إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഫിത്നകളും ഒട്ടനവധി പ്രയാസങ്ങൾക്കുമിടയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദീനനുസരിച്ച് ജീവിക്കുക എന്നത്, ദീനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് കൽ ഖാബിദി അലൽ ജംർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൈവെള്ളയിൽ ഒരു തീക്കട്ട പിടിച്ചവനെ പോലെ പ്രയാസമുണ്ടാകുന്ന ഒരു കാലം നിങ്ങളിലേക്ക് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ആ കാലം അക്ഷരം പ്രതി നമ്മുടെ മുന്നിൽ ഉള്ളതുപോലെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെയൊക്കെ ജീവിതമുള്ളത്. ഏതൊക്കെ പ്രയാസങ്ങളും ഫിത്നകളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിൽ എത്ര തന്നെ വന്നാലും വിശ്വാസി ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അവനെപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷയുള്ളവനാകണം എന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യുഅ്ജിബുനി അൽ ഫഅലു സാലിഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫഅലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ ഈ ഫഅൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാൽ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ കലിമത്തുൽ ഹസന എന്നാണ്. നല്ല സംസാരം, നല്ല വിശ്വാസമുള്ളവനാവുക, ശുഭാപ്തി വിശ്വാസമുള്ളവനാവുക, പ്രതീക്ഷ വെക്കുക, അള്ളാഹുവെ കുറിച്ച് നല്ല വിചാരമുള്ളവനാവുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ പരീക്ഷണങ്ങൾ വന്നാലും അതിൽ മനം മടുക്കാതെ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അനിവാര്യമായും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് അൽ യഖീനാണ്, മറ്റൊന്ന് തവക്കുലാണ്. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളുമാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസവും അള്ളാഹുവിലുള്ള ബോധ്യവുമാണ് യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ മുഖേന അള്ളാഹുവിനെ തിരിച്ചറിയുകയും ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിലും, എൻ്റെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ രാജ്യങ്ങളിലാണെങ്കിലും ഈ ലോകത്താണെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അള്ളാഹുവിന്റെ വിധിയിലുള്ള അവന്റെ തീരുമാനപ്രകാരമാണ് അത് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് അവനിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുക എന്നതാണ് യഖീന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരിക്കലും കൈവടിയുകയില്ല എന്നും അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും എനിക്കുണ്ടായിരിക്കുമെന്നും അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണല്ലോ, അതുകൊണ്ട് അവൻ തീർച്ചയായും പാലിക്കും എന്നൊക്കെയുള്ള ഉറച്ച ബോധ്യത്തിനാണ് യഖീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഥവാ ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് തവക്കുലും, അതായത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ്. ഭരമേൽപ്പിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാൻ കഴിയും. യഖീനും തവക്കുലും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ട പദപ്രയോഗങ്ങളാണ്. അത് കേവലം ചില പദപ്രയോഗങ്ങൾ മാത്രമല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ തൂക്കി വെക്കാറുണ്ട്. വാഹനങ്ങളിൽ നമ്മൾ എഴുതി സ്റ്റിക്കറാക്കി ഒട്ടിച്ചു വെക്കാറുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾ എഴുതി വെച്ചത് കൊണ്ടോ ഒട്ടിച്ചത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും എനിക്കെന്റെ റബ്ബ് മതി എന്ന ഉറച്ച വിശ്വാസവും ഭരമേൽപ്പിക്കലുമാണ് യഖീനും തവക്കുലും. ഈ തവക്കുലിന്റെ വിഷയത്തിൽ നമ്മൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ രണ്ട് വഴികളിലൂടെ ആളുകൾ വഴിമാറി സഞ്ചരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് സൂഫികളാണ്, ത്വരീഖത്തുകാരാണ്. അവർ തവക്കുലാണ് എന്ന പേര് പറഞ്ഞുകൊണ്ട് അനിവാര്യമായും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അതായത് അസ്ബാബുകളെ പോലും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്, കുറെ കാരണങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ ഞാനിതാ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നാൽ, അതല്ലെങ്കിൽ ഒരു രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കാതെ, മരുന്ന് കഴിക്കാതെ, ചികിത്സിക്കാതെ ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന, ഞാൻ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നത് തവക്കുലല്ല. അത് സൂഫികളുടെ തവക്കുലാണ്. അത് തവക്കുലിന്റെ ഒരിക്കലും അതിന്റെ കീഴിൽ വരുന്ന കാര്യമേ അല്ല. ഇത് മറിച്ച് അള്ളാഹുവിനെ പരിഹസിക്കുന്നത് തുല്യമാണ്. കാരണങ്ങൾ സ്വീകരിക്കുന്നില്ല, നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇതിന് പണ്ഡിതന്മാര് പറഞ്ഞ തവാക്കുൽ എന്നതാണ്. ചില നാട്യങ്ങളാണത്, ചില നാടകങ്ങളാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ തവക്കുലല്ല. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. അവരെങ്ങനെയാണ്? അസ്ബാബുകളെ മാത്രം അവലംബിക്കുന്ന ഒരു രീതിയാണ്.
നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി അവർ ചെയ്യും. കാരണങ്ങളെ മാത്രം ആശ്രയിക്കുകയും പടച്ച റബ്ബിനെ, അള്ളാഹുവിനെ പൂർണ്ണമായി വിസ്മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ചില ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ, നമ്മൾ ചെയ്യേണ്ട എല്ലാം ചെയ്താൽ തന്നെ എല്ലാമായി എന്ന വിചാരത്തിൽ എല്ലാം അതിലേക്ക് മാത്രം, കാരണങ്ങളിലേക്ക് മാത്രം സമർപ്പിക്കുന്ന ഒരു രീതി ചില ആളുകളിൽ കാണാൻ കഴിയും. ഇത് രണ്ടും ശരിയല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പൂർണ്ണമായി തവക്കുൽ ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള തവക്കുൽ എന്ന് നമ്മൾ തിരിച്ചറിയുക. പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായി കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കുകയും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള, അവൻ ന്യായമായി പറഞ്ഞിട്ടുള്ള, അവൻ ഹലാലായി നമുക്ക് മാർഗമായി കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായി സ്വീകരിക്കുകയും അത് ചെയ്യുകയും ശേഷം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ തവക്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ശരിയാക്കും, ഏറ്റെടുക്കും എന്നത് പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനമാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവൻ അള്ളാഹു മതിയായിട്ടുള്ളവനാണ്. അതാണ് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനെതിരെ നാട്ടിലെ ഭരണാധികാരിയും എല്ലാ ആളുകളും അദ്ദേഹത്തിന് എതിരെ ഒരുമിച്ച് കൂടുകയും വലിയ തീ കുണ്ടാരമൊരുക്കി അതിലേക്ക് വലിച്ചെറിയപ്പെടാൻ ഞാനിതാ പോകുന്നു എന്ന് പൂർണ്ണമായി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ബോധ്യമുണ്ട്. എന്നാലും എന്റെ മുമ്പിലുള്ള വഴികൾ അടഞ്ഞിട്ടില്ല. ഞാൻ എന്റെ അല്ലാഹുവിൽ യഖീനുള്ളവനാണ്, അവനിൽ ഞാനിതാ തവക്കുൽ ചെയ്യുന്നു എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ ആ തീയുടെ പ്രകൃതിയെ പോലും മാറ്റി ഇബ്രാഹിം നബിക്ക് നീ തണുപ്പാകണം എന്ന് അള്ളാഹു തീനോട് കൽപ്പിച്ച് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സഹായിച്ച ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാണ് യഥാർത്ഥ തവക്കുൽ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കൽപ്പനയുണ്ടായി, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. എന്നാൽ ഇന്ന രാത്രിയിൽ നീ നിന്നിൽ വിശ്വസിച്ച ബനൂ ഇസ്രായേലരെയും കൊണ്ട് ആ രാത്രി നീ പ്രയാണം തുടരുക, തീർച്ചയായും നിന്നെ ശത്രുക്കൾ പിന്തുടരുക തന്നെ ചെയ്യും. ഇത് അള്ളാഹു പറഞ്ഞതാണ്. ആ അടിസ്ഥാനത്തിൽ ഫിർഔനിന്റെ സൈന്യത്തിന് മുന്നിൽ കടലിനാൽ വഴിമുട്ടി നിന്നപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല. അദ്ദേഹം ആ രാത്രി പുറപ്പെടുന്നു, കടലിന്റെ മുമ്പിലെത്തുന്നു. പിന്നിൽ നോക്കുമ്പോ ഫിർഔനും കൂട്ടരുമുണ്ട്. എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുക? മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിനുള്ള പ്രതീക്ഷ വിട്ടില്ല. അദ്ദേഹം നിരാശനായില്ല. കൂടെയുള്ളവർ പലരും പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ വന്ന ആളുകളൊക്കെ പറഞ്ഞു, ഇനി എന്താ ചെയ്യാ, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി നമുക്ക് രക്ഷയില്ല, മുന്നിൽ സമുദ്രമാണ്, പിന്നിലാകട്ടെ ഫിർഔനും കൂട്ടരുമാണ്. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിട്ടില്ല, നിരാശ വന്നില്ല. അള്ളാഹുവിലുള്ള യഖീനും തവക്കുലും അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചു. ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. പറയാറായിട്ടില്ല, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു നൽകും എന്ന ഉറച്ച യഖീൻ ഉണ്ടല്ലോ, ആ തവക്കുലുണ്ടല്ലോ, അതാണ് സഹോദരങ്ങളെ യഥാർത്ഥ തവക്കുൽ. കാരണം അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, എന്നോട് ഇത് കൽപ്പിച്ചത് എന്റെ റബ്ബാണ്, എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച രാത്രിയിലാണ് ഞാൻ പുറപ്പെട്ടത്, എനിക്ക് നിശ്ചയിച്ച സമയത്താണ് ഞാൻ പുറപ്പെട്ടത്, എനിക്ക് നിശ്ചയിച്ച ആളുകളെയും കൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്, എനിക്ക് നിശ്ചയിച്ച ദിശയിലേക്കാണ് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല, അവന്റെ സഹായം എനിക്കുണ്ടാകും എന്ന ഉറച്ച ബോധ്യമായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായത്. فلما تراءى الجمعان قال اصحاب موسى انا لمدركون. കൂടെയുള്ളവർ എല്ലാവരും പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്,
എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്നുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുക ഇങ്ങനെയുള്ള തവക്കുലാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി കളഞ്ഞപ്പോഴും അദ്ദേഹത്തിന് അവരുടെ തവക്കുലായിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ പറ്റും. ഇലാ ഉമ്മി മൂസ അൻ അർദിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്ന റാദ്ദുഹു ഇലൈകി വജാഇലുഹു മിനൽ മുർസലീൻ. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ അവർ ഒരു പെട്ടിയിലാക്കി തന്റെ കുട്ടിയെ നദിയിൽ ഒഴിക്കുമ്പോ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നദിയിലേക്ക് ഒഴുക്കി കളഞ്ഞത്. അള്ളാഹ് പറഞ്ഞതാണ്, നീ പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, ഇന്ന റാദ്ദുഹു ഇലൈകി വജാഇലു മിനൽ മുർസലീൻ, അവരെ നാം ഒരു പ്രവാചകനാക്കും, നിന്നിലേക്ക് ആ കുട്ടിയെ ഞാൻ തിരിച്ചെത്തിക്കുക തന്നെ ചെയ്യും. ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവ്വ وحزنا إن فرعون وهامان وجنودهما كانوا خاطئين. ആമാനും അവരുടെ സംഘത്തിനും ഫിർഔനും ഒക്കെ അബദ്ധം പറ്റിയിരിക്കുന്നു. അതെ, ആരെ പേടിച്ചിട്ടാണോ, ഏത് നേതാവിനെ പേടിച്ചിട്ടാണോ, ഏത് ഭരണാധികാരിയെ പേടിച്ചിട്ടാണോ ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിയത്, അതേ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലും അവർ വളരുക എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസവും അവന്റെ നടപടിയും അവന്റെ തീരുമാനവുമായിരുന്നു. നോക്കൂ നിങ്ങൾ, അതാണ് സഹോദരങ്ങളെ യഖീൻ എന്ന് പറഞ്ഞാൽ, അതാണ് തവക്കുൽ. അതിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി. അള്ളാഹുവിൽ ബരമേൽപ്പിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചാൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് അള്ളാഹു അന്നം കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകും. ഇത് അള്ളാഹുവിന്റെ ഓഫറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിതാന, ഒരു പക്ഷി രാവിലെ വിശന്ന വയറോടുകൂടി കൂട്ടിൽ നിന്നും ആഹാരം തേടി അവർ പുറപ്പെടുകയാണ്. വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വയറ് നിറഞ്ഞവരായിക്കൊണ്ടാണ് തിരിച്ചെത്തുന്നത് എങ്കിൽ അതിന് അന്നം കൊടുത്തത് അല്ലാഹുവാണ്. എങ്കിൽ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, അധ്വാനിക്കേണ്ടത് നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എഴുതി വെച്ച ഒരു ഖദറുണ്ട്, ഒരു നിശ്ചയമുണ്ട്, ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആ റിസ്ക് വന്നുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും തവക്കുലിന്റെ പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാൻ പറഞ്ഞത്. എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസമാണ്. ഇത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളിൽ നിരാശ വരിക. ഇത് ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും ഡിപ്രഷനിലേക്കും സ്ട്രെസ്സിലേക്കും ആളുകൾ പോകുന്നത്. ഇതൊന്ന് അധികരിച്ചു വരികയാണ്. മുമ്പത്തെ കാലത്ത് ഒരു 40 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഈ ഇങ്ങനെയുള്ള നിരാശകൾ വന്നിരുന്നെങ്കിൽ, ഡിപ്രഷനുകൾ വന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 12 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ ഇങ്ങനെയുള്ള വിഷാദ രോഗങ്ങൾ, മാനസികമായ രോഗങ്ങൾ വരുന്നു എന്നാണ് കണക്ക്. അള്ളാഹുവിലുള്ള കൃത്യമായ വിശ്വാസവും ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാവിലെ ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ പുറപ്പെടുന്നത്, നിന്നിലാണ് എന്റെ എല്ലാ കാര്യവും ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല, അല്ലാഹ് നോക്കും. ഈ വിശ്വാസം നമുക്കുണ്ടാവണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്റെ കഴിവ് കൊണ്ടല്ല, നീ നിശ്ചയിച്ചത് കൊണ്ടാണ്, നിന്റെ ഖദർ കൊണ്ടാണ്, നിന്റെ തീരുമാനം കൊണ്ടാണ് എന്നൊരു വിശ്വാസി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ, അധ്വാനിച്ചിട്ടുണ്ടോ, നമ്മൾ നിശ്ചയിച്ചത് കൊണ്ടല്ല, അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. രാവിലെ ചൊല്ലാൻ പഠിപ്പിച്ച ദുആകളിൽ കാണാം, അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹു, എന്റെ എല്ലാ കാര്യവും നീ എനിക്ക് ശരിയാക്കി തരണം, നന്നാക്കി തരണം, എനിക്ക് അനുകൂലമാക്കി തരണം.
ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്റെ കാര്യം ഞാൻ നോക്കുന്ന അവസ്ഥയിൽ അള്ളാഹ് നീ എന്നെ ആക്കരുത്. എന്റെ എല്ലാ സമയത്തും ഒരു നിമിഷ നേരത്തേക്ക് പോലും നീയാണ് എല്ലാ കാര്യവും നോക്കേണ്ടത് എന്ന് പ്രഖ്യാപിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. രാവിലെ നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെയാണ്. രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവസാനമായി ചൊല്ലേണ്ട പ്രാർത്ഥനയിൽ നമ്മൾ എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക. എന്റെ എല്ലാ കാര്യവും അല്ലാഹുവേ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ കാര്യവും ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിക്കുകയാണ്. എന്റെ നഫ്സിലെ എല്ലാ വിഷമങ്ങളും ഞാൻ നിന്നോട് പറയുകയാണ്. എന്റെ എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഭരമേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന, യഖീനുള്ള, തവക്കുലുള്ള ആളുകളായി നമ്മളൊക്കെ മാറണം. ഇതറിയണമെങ്കിൽ, ഈ തവക്കുൽ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, ഈ വിശ്വാസം നമ്മൾ നന്നായി പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് നമുക്കുണ്ടാകണം. നമ്മൾ രാത്രി ചൊല്ലുമ്പോൾ, രാവിലെ നമ്മൾ ദിക്റ് ചൊല്ലുമ്പോൾ സഹോദരങ്ങളെ, അതൊന്നും വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് ചൊല്ലിയത് കൊണ്ട് മാത്രം കാര്യമില്ല. പടച്ചവനെ അറിയുന്നവർക്ക് മാത്രമാണ് ആ രൂപത്തിൽ ചൊല്ലാൻ കഴിയുന്നത്. ആ ആശയം തിരിച്ചറിഞ്ഞവർക്കാണ് അങ്ങനെ ഒരു മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് കേവലം അത് നാവിൻ തുമ്പിലുള്ള കേവലം പദപ്രയോഗങ്ങൾ മാത്രമായി മാറും. അതുകൊണ്ട് നന്നായി റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഇവിടെ എന്ത് നടക്കുന്നുണ്ടോ അതെല്ലാം റബ്ബിന്റെ തീരുമാന പ്രകാരമാണ്. പിന്നെ എന്താണ് നമുക്ക് നിരാശ പിടിപെടാനുള്ളത്? ലോകത്ത് ഒരു സസ്യത്തിൽ നിന്ന് ഒരു ഇല പൊടിഞ്ഞാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിന് ഇവിടെ എന്ത് നടന്നാൽ എന്താണ്? അല്ലേ? അള്ളാഹ് പറഞ്ഞതല്ലേ അത്. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. കോടിക്കണക്കിന് വരുന്ന സസ്യങ്ങളിൽ നിന്ന്, കോടിക്കണക്കിന് വരുന്ന ഇലകളിൽ നിന്ന് ഒരു ഇല പൊടിഞ്ഞാൽ അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അവൻ എഴുതി വെച്ച രേഖയിൽ അത് ഉള്ളത് കൊണ്ടാണ് ആ ഇല പൊടിഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിന് പിന്നെ എന്ത് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ എന്തുണ്ടായാൽ എന്താണ്? അവൻ മുഴുവനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ തയ്യാറാകുന്നു എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പറഞ്ഞതാണ്, ജീവിതത്തിൽ അപകടം വന്നോ, ദുരിതം വന്നോ, രോഗം വന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നോ, വൈയക്തിക ജീവിതത്തിൽ എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങളുടെ കൗടംബിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. നിരാശ വെക്കാനായിട്ടില്ല. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ എന്റെ റബ്ബ് എന്നെ സഹായിക്കും എന്നതാണല്ലോ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആ രൂപത്തിലേക്ക് നമ്മുടെ വിശ്വാസവും തവക്കുലും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധിയുടെയും അവന്റെ തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആമുഖമായി ഊതി വെച്ച ആ വചനത്തിന്റെ അവസാന വാചകം അള്ളാഹു പറയുന്നത് ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ എന്നാണ്. എല്ലാത്തിനും ഒരു കണക്കുണ്ട്, ഒരു നിശ്ചയമുണ്ട്, ഒരു തീരുമാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടക്കുന്നത്. പടച്ചവന്റെ ഖദറില്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല. അവൻ അങ്ങനെ തീരുമാനിച്ച് എഴുതി വെച്ചത് കൊണ്ടാണ് അതങ്ങനെ നടക്കുന്നത്. എല്ലാ ഖദറിന്റെയും പിന്നിൽ, അള്ളാഹുവിന്റെ എല്ലാ കണക്കിന്റെയും പിന്നിൽ അവന്റെ മശീഅത്തുണ്ട്, അഥവാ അവന്റെ ഉദ്ദേശമുണ്ട്.
അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അവൻ ഒന്നും പ്രവർത്തിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഖദർ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മശിയത്ത്, അവന്റെ ഉദ്ദേശമുണ്ട്. അവന്റെ ഉദ്ദേശമില്ലാതെ അവൻ ഒന്നും പ്രവർത്തിക്കുന്നുമില്ല. ഇനി അവന്റെ ഓരോ പ്രവർത്തനത്തിന്റെയും പിന്നിൽ അവന്റെ ഒരു ഹിക്മത്ത് കൂടിയുണ്ട്, അവന്റെ ഒരു യുക്തി കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വെറുതെ മനുഷ്യന്മാര് ചെയ്യുന്നത് പോലെ അലക്ഷ്യമായി എന്തെങ്കിലും ചെയ്യുന്നതല്ല. പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടാകുന്നത്. ഫലസ്തീനിൽ എത്ര കാലമായി അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പെരുന്നാളിലും അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷമായി നമ്മളൊക്കെ ജനിച്ചത് മുതൽ കേൾക്കാൻ തുടങ്ങുന്നു. എന്താ ഇത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടും ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തത് എന്ന വിചാരം നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അവനെ കുറിച്ചുള്ള സൂഅ് അതിന് കാരണം. അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട്. അവന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് പിന്നിൽ അവന്റെ ഒരു ഹിക്മത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് അഹ്ലുസുന്നയുടെ ഈ വിഷയത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിഴച്ചുപോയ ആദ്യകാലത്തുണ്ടായിരുന്ന പല കക്ഷികളും ഖദരിയാക്കളെ പോലെ, ജഹ്മിയാക്കളെ പോലെ, ജബരിയാക്കളെ പോലെ അവരൊക്കെ പിഴച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രംഗത്താണ്. അള്ളാഹുവിലുള്ള ഖദറിലുള്ള ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഭാഗത്താണ് എല്ലാവരും പിഴച്ചു പോയിട്ടുള്ളത്. അള്ളാഹു എന്ത് കാര്യം ചെയ്യുമ്പോഴും അതവന്റെ ഖദറിന്റെ ഭാഗമാണ് എന്ന വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമാണ്. എന്നാൽ ഇവിടെയാണ് ഖദരിയാക്കൾക്ക് പിഴച്ചു പോയിട്ടുള്ളത്. അങ്ങനെ ഖദറൊന്നും ഇല്ല, അതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് നടക്കുന്നതാണ് എന്നാണ് ഖദരിയാക്കൾ വിശ്വസിക്കുന്നതും വാദിക്കുന്നതും. ശരിയല്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഖദർ അള്ളാഹു നിശ്ചയത് അവന്റെ മശിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മശിയത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും അവന്റെ ഒരു യുക്തി ഉണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ എന്തൊക്കെ നടന്നാലും അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ്. നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ പോലും അത് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. നമ്മൾ മനുഷ്യർ, ദുർബലരായ നമ്മൾ, സാധുക്കളായ നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഉദ്ദേശമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും അത് അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നർത്ഥം. സഹോദരങ്ങളെ, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ആ ഖദറും ഉദ്ദേശവും അള്ളാഹു വെറുതെ നിശ്ചയിച്ചിട്ടുള്ളതല്ല, മറിച്ച് അതിന്റെ പിന്നിൽ ചില യുക്തികളുണ്ട്. അള്ളാഹു ഹക്കീമാണ്, ഹിക്മത്തുൻ ബാലിഗ, അങ്ങേ അറ്റത്തെ യുക്തി അതിന്റെ പിന്നിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹുവിന്റെ നാമമാണ് ഹക്കീം എന്നത്, യുക്തിയുള്ളവൻ എന്നാണ് അർത്ഥം. ഹക്കീമുൻ അലീം എന്ന് ഖുർആനിൽ ഒരുപാട് തവണ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അവന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമായ നാമങ്ങളാണ്. അസ്മാഉൽ ഹുസ്ന എന്നാണ് ഖുർആനിലുള്ളത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അവനൊക്കെ അത്യുത്തമമായ നാമങ്ങളുണ്ട്, അതിനനുസരിച്ചുമുള്ള ഗുണങ്ങളും വിശേഷണങ്ങളും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ പോലെയുള്ള പേര്, ചിലപ്പോൾ നമ്മളെ പേര് അതിന്റെ ഗുണവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചിലപ്പോൾ പേര് സാദിഖ് എന്നായിരിക്കും, അല്ലെങ്കിൽ സിദ്ദീഖ് എന്നായിരിക്കും, പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ നന്നായി കളവ് പറയുന്നവനാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അവന്റെ പേരിനനുസരിച്ച് ഗുണമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വിശേഷണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ, ഖലാ ഖദറിലൂടെ അള്ളാഹുവിലേക്ക് യഖീൻ, അത് നല്ല ബന്ധമുള്ളതാണ്. പരസ്പര പൂരങ്ങൾ, ഖലാ ഖദറും തവക്കുലും യഖീനും പരസ്പരം ബന്ധമുള്ളവയാണ്. അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരാളമായ അറിവുകൾ നേടി ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്കും തവക്കുലിലേക്കും യഖീനിലേക്കും എത്തിച്ചേരാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെ പ്രയാസവും നീ എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട് അല്ലാഹുവേ. എല്ലാവരുടെ രോഗവും നീ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, ഉസ്താദുമാർ, നേതാക്കന്മാർ, നമ്മുടെ അയൽവാസികൾ, ബന്ധുക്കൾ, അല്ലാഹു എല്ലാവരുടെ ഖബറിടവും നീ വിശാലമാക്കി കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.